നിനക്ക് അറിയാത്തൊരു കാര്യം, ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ വാണത്തിനോട് ഞാൻ പറയുന്നത്. അപ്പൊ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു സാധനം എടുത്ത് പുറത്ത് വിടരുത്. യു ആർ റൂയിനിങ് മൈ ലൈഫ്. എന്റെ ലൈഫാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. മതിയെ എനിക്ക് ജീവിതം. അത്രയും പേര് എത്തിച്ചത് നിങ്ങളൊക്കെ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഗെയിൻ ഫ്ലക്കിലേക്ക് സ്വാഗതം. നമുക്കെതിരെ വീഡിയോ ആയിട്ട് ഫസ്മിന ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുകയാണ്. എനിക്കെതിരെ ലല്ലുവൊക്കെ ഔട്ട്. ഇപ്പം ഞാനാണ് എൻ്റെ ഫസ്മിന എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നുമോളെ, ഞാനില്ല, എനിക്ക് വയ്യ ഈ കളിക്ക്. നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ അപരാധ കഥകളായി എനിക്ക് ഈ അപരാധ യൂണിവേഴ്സിലോട്ട് എൻ്റർ ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നെ ഇതിനകത്തോട്ട് വലിച്ചിടരുതെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ബട്ട് നീ അത് കേൾക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഫസ്മിന വീണ്ടും എന്നെ ഈ ഒരു അപരാധത്തിലോട്ട് വലിച്ചിട്ടിരിക്കുകയാണ്. കളിച്ചളത്തിൽ നിന്ന് കളി കാണാൻ സമ്മതിക്കത്തില്ലല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ചാറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. വേറെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലൈവ്, ഒരു സ്റ്റോറി, 3 സ്റ്റോറി, ഒരു റീല്. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു കോഴ്സായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരിക്കും ഇവള്. കാര്യം അത്രയും മാനിപ്പുലേഷൻ ആണ് ഇവിടെ വീഡിയോക്കകത്ത് ഇവള് കാട്ടിക്കൂട്ടണത്. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് 3 സ്റ്റോറി, ഒരു ലൈവ്, ഒരു റീല് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സത്യമാണെന്ന് തെളിയൂല. അത് ആദ്യം നീ മനസ്സിലാക്കണം. നീ ഇത്രയും നാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എന്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. അതിനകത്ത് ഞാനൊരു ചാറ്റ് വെക്കുന്നുണ്ട്. ലല്ലൂബി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനകത്ത് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ചാറ്റാണ്. അത് ഇവിടെ വന്ന് ഇവള് കണ്ട് അതിന്റെ അടിയിൽ 2-3 കമന്റ് വിട്ടിട്ടാണ് ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട്, യൂട്യൂബിലൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട്, അവിടെ ഓഡിയൻസ് കുറെ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, അതും അവിടെ പോയിട്ട് ഈ പട്ടിഷോ. ആദ്യം ചേച്ചി എനിക്ക് എതിരിട്ട കമന്റ്സ്, സ്റ്റോറി ഞാനൊന്ന് കാണിക്കാം. ദാണ്ട് ഇതൊന്ന്. പുച്ഛം, ദിസ് ഈസ് നോട്ട് മൈ അക്കൗണ്ട്, ദിസ് ഈസ് ഫുള്ളി ക്രിയേറ്റഡ്, ദിസ് ഈസ് എ ഫേക്ക് ചാറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റ് ആക്കി എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം. ഐ ഡെയർ സിബിൽ ഷോ ദ ക്രെഡിബിലിറ്റി ഓഫ് ദിസ് അക്കൗണ്ട്, എന്റെ പേരിൽ അങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കി, ഡൺ ബൈ ലല്ലു. വാവ്, ഒരെണ്ണം. രണ്ടാമത്തത്, ഫാ കഴിഞ്ഞ് ബാക്കി ഡോട്ട് ഈ ചാറ്റിനകത്തുള്ളതാണ്. അയ്യോ ബ്രോ, ഡോണ്ട് സ്റ്റോപ്പ് ദിസ് ലോ ഫോർ സപ്പോർട്ടിങ് ഹിം വെൻ ഐ വാസ് മച്ച് റിയൽ ഇൻ ദ റിലേഷൻഷിപ്പ് ആൻഡ് ഹീ ചീറ്റഡ് മീ ഇമ്മൻസ് ടൈം. സ്വന്തം ലൈഫിൽ വരുമ്പോൾ പഠിക്കും. മൈ OG അക്കൗണ്ടിൽ ആണെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഫ. ആൻഡ് അടുത്തത് വേറെ, ദിസ് ഈസ് ഹൗ മൈ അക്കൗണ്ട് വുഡ് ഷോ അപ്പ്. ഈ ചാറ്റ് ഇവിടെ എല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവള് കഷ്ടപ്പെടുകയാണ്, കുറെ സ്റ്റോറി ഒക്കെ ഇട്ട് കഷ്ടപ്പെടുകയാണ്. എന്റെ വീഡിയോയിൽ ഒന്നാമത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല അത് ഫസ്മിനയുടെ ചാറ്റാണെന്ന്. ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നീ ആരെയാണ് ഇത് തെളിയിപ്പിക്കുന്നത്? ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് ഒരിടത്തെങ്കിലും ഇത് ഫസ്മിനയുടെ ചാറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ, നീ കാണിക്കും. എനിക്കെതിരെ ആദ്യം ഇട്ടത് ലൈവാണ്. ഇവിടുന്ന് വീഡിയോ കണ്ട്, ഈ വീഡിയോ ഫുള്ള് കണ്ട് കമന്റ് ഇട്ടിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ലൈവ് അങ്ങിട്ട് നമ്മളൊരു ഡയറിയെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് 2, 3, 4, 5, 6 ദിവസമായി. അതിനെപ്പറ്റി ഒരു കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇവിടുന്ന് ഒരു ചാറ്റ്, ഒരു ഫേക്ക് ചാറ്റ് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അതങ്ങ് ട്വിസ്റ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പോയി അങ്ങ് തള്ളുവാണ് ഇൻസ്റ്റാഗ്രാമിൽ കിടന്നിട്ട്. ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കാണിക്കാം. ന്യൂ യൂട്യൂബ് വീഡിയോ ഇടാത്തല്ല, ന്യൂ യൂട്യൂബ് വീഡിയോ നാളെ ഇടും. ഓക്കെ, ഞാനിപ്പോ എന്റെ വീട്ടിലല്ല, ഇത് കണ്ടറിയാം, ഇതെന്റെ വീടല്ല, ഞാൻ എന്റെ വീട്ടിലല്ല, ഞാൻ പുറത്ത് വന്നേക്കാം വേറെ എന്തൊക്കെ എക്സ്പ്ലനേഷൻ ആണെന്ന് നോക്കണേ ഗൈസ്. ഞാൻ എൻ്റെ വീട്ടിലല്ല, എനിക്ക് ഫോണില്ല, എനിക്ക് ഇവിടെ നെറ്റ് കിട്ടുന്നില്ല, ഭയങ്കര എക്സ്പ്ലനേഷൻ, എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങനെ കിടന്ന് മെഴുകാൻ നാണമില്ല കുട്ടാ. എന്റെ അല്ലാത്ത കാര്യം എന്റെ അല്ലാന്ന് എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് മൈ ചാറ്റ്. ഇത് ഞാൻ ചാറ്റ് ചെയ്യുന്ന രീതി പോലും അല്ല, ഇതെന്റെ ചാറ്റും അല്ല. ജിമ്മിന്റെ അടിയിലുണ്ട്, പറയുണ്ട്, മറ്റതുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ചാറ്റിന്റെ ക്രെഡിബിലിറ്റി ഈ വീഡിയോ ഇട്ടേക്കുന്ന ആള് കൊണ്ടുവരാം. അത് ക്രെഡിബിൾ ആണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്തൊരു ക്രെഡിബിലിറ്റി ഇല്ലെന്ന്. നിന്റെ എല്ലാം തെളിയിക്കാനുള്ള റൈറ്റ്സ് നിനക്കുണ്ട്. പക്ഷെ ഒരു ഡയറിയുടെ സംഭവം ഉണ്ടായിരുന്നു, അത് നിന്റെ എല്ലാം കൂടെ നീ തെളിയിക്കുമെങ്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു കാര്യം കൂടെ ഞാൻ വെക്കാം. ഇവൾ ഈ പറയുന്നത് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ നോക്ക്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇത് വേണമെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ലവൻ ഉണ്ടാക്കി വിട്ടതായിരിക്കും, മനസ്സിലായോ? പിന്നെ ഇതൊരു അപരാധം കണ്ടിട്ടാണ്, ഇതിനകത്ത് വലിയ ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല. 4 തുണ്ട് പേപ്പർ കൊണ്ടുവച്ചിട്ടാണല്ലോ ഇത്രയും നാൾ ഓരോരുത്തർ ഈ എന്റെ പ്രൂഫ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ കുറെ ചാറ്റ് പുള്ളിക്കാരത്തെയും വെച്ചിട്ടുണ്ട്, ഇതുപോലെ കുറെ ചാറ്റ് വെച്ചിട്ടുണ്ട്. ആ ചാറ്റിന്റെ ഒന്നും ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ പിന്നെ ഇതുപോലത്തെ ഒരു ചാറ്റ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, എനിക്കും ഉണ്ടാക്കാം, നിങ്ങൾക്കും ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. വിശ്വസിക്കൊന്നും വേണ്ട, ഇത് ഉള്ളതാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. കേട്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ക്രെഡിബിലിറ്റി നോക്കണ്ട, ഈ ചാറ്റ് ഫേക്ക് ആണ്, ഇത് ലല്ലു ഉണ്ടാക്കി വിട്ടതാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇത് നിന്റെ ആണെന്ന് ഞാൻ എവിടെങ്കിലും പറഞ്ഞോ? പിന്നെ ഞാൻ കുറെ പുച്ഛന്മാരി വിതറിയിട്ടുണ്ട്, അത് നിന്നോടുള്ള പുച്ഛം തന്നെയാണ്. പിന്നെ എന്നെ തെറി വിളിച്ച് സ്റ്റോറി ഇട്ടവള്, അത് ഇപ്പോഴും തെറി വിളിച്ച് റീൽ ഇട്ടവളെ ഞാൻ എന്തോ പൂജിക്കണം വെച്ച്? ഞാൻ നിനക്ക് റെസ്പെക്ട് തരണോ? ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവള് ഈ റീലും സ്റ്റോറിയും ലൈവും ഒക്കെ കൊടുത്തേക്കുന്നത്.
ഈ ചാറ്റ് ഇപ്പൊ വന്നതല്ല. ഞാൻ എന്റെ കമന്റ് സെക്ഷനിൽ കണ്ടു ഇത് ലല്ലു ഏതോ ഇന്റർവ്യൂവിനകത്ത് ഈ ചാറ്റ് പുറത്തു വിട്ടിട്ടുണ്ടെന്ന്. ഇവക്ക് അന്നൊന്നും ഇതിനെപ്പറ്റി മിണ്ടണ്ട. അത് ഞാൻ എന്റെ ചാനൽ ഇപ്പൊ എടുത്ത് വെച്ചപ്പോഴാണ് ഇവക്ക് അത് പൊട്ടിയത്. അത് പൊട്ടാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് വേറെ കളിയാ മക്കളെ, ഇത് വേറെ കളിയാ. ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ തലത്തിലോട്ടുണ്ടോ നോക്കുക. ഇതിന്റെ മറവില് നമ്മൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അങ്ങ് മുക്കാനുള്ള പരിപാടിയാ. ഫസ്മിനെ മുങ്ങിന്ന്, ഫസ്മിനെ എവിടെ മുങ്ങിന്ന്? 2 ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ മുങ്ങിന്നാണ് പറയുന്നത്? എവിടെ മുങ്ങിന്ന്? ഈ 2 ദിവസം മുമ്പ് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ അവിടെ അക്കൗണ്ടിലെ ലാസ്റ്റ് വീഡിയോ 4 days ago ആണ് വന്നേക്കുന്നത്. ആ വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാളെ തന്നെ ഞാൻ ഇതിന്റെ ബാക്കി ഇടുന്നതായിരിക്കും എന്ന്. ലോങ് വീഡിയോ ആണ്, കുറെ പറയാനുണ്ട്, അതുകൊണ്ട് നാളെ തന്നെ ഞാൻ ഇത് ഇടുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുള്ളവളെ പിന്നെ എന്താണ് പറയേണ്ടത്? മുങ്ങി എന്നല്ല എന്താ പറയേണ്ടത്? പിന്നെ ഇന്നലെ എന്നെ അവരാധിച്ചുകൊണ്ട് ഒരു സ്റ്റോറി നീട്ട്, അതിന് ഞാനൊരു വീഡിയോ റിപ്ലൈ തന്നതിന് ശേഷം നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോലും വന്നിട്ടില്ല. ഈ ലാസ്റ്റത്തെ എനിക്കെതിരെ വന്ന ലൈവും സ്റ്റോറിയും അല്ലാതെ. സാധാരണ ഫസ്മിനയുടെ അക്കൗണ്ട് അങ്ങനെ വരാതിരിക്കുന്നതല്ല. ഒന്നും ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പട്ടിത്തിട്ട സ്റ്റോറിയെങ്കിലും ഇവിടെ ഇടുന്നതാ. അപ്പൊ നീ മുങ്ങിയെന്ന് തന്നെ നമ്മൾ പറയും. പിറ്റേ ദിവസം ബാക്കി എക്സ്പ്ലനേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് പോയുള്ളൂ. ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് മുങ്ങി, അങ്ങനെ തന്നെ പറയും. ഇനി അങ്ങനെ തന്നെ പറയും, ഒരു മാറ്റവും ഇല്ല. This is not right, okay? ഇങ്ങനെ ഒരാളെ This is not right, okay? ഇങ്ങനെ ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഗൈസ്, ഉപദ്രവിക്കരുത്. ഓക്കെ, ഇങ്ങനെ ഒരാളെ ഉപദ്രവിക്കരുത്. ഇത്രയും നാള് നീ എന്താണ് ചെയ്തോണ്ടിരുന്നത്? ആ അക്ബർ ഖാന്റെ കുറെ ചാറ്റ് കൊണ്ടിട്ട് നീ ഉണ്ടാക്കിയല്ലോ, അതിനകത്ത് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? ലല്ലുവിനെ നീ പറഞ്ഞോ? നീ ലല്ലുവിനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനകത്തൊന്നും ഞാൻ നിരസിക്കുന്നില്ല. നീ ലല്ലുവിനെ പറഞ്ഞതെല്ലാം ശരി തന്നെ. പക്ഷേ നീ ചെയ്ത ഒരു പരിപാടിയുണ്ട്. നീ മറ്റേ എന്റെ കാസറ്റ് എന്ന് പറയുന്ന പുള്ളിയെ കൊണ്ട് അവന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഈ ലല്ലു എന്ന് പറയുന്നവന്റെ കുറെ മറ്റേ വീഡിയോസ്, ഇവൻ ചാറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു പെണ്ണിന്റെ ടോപ്ലെസ് ഫോട്ടോ വരെ നീ പുറത്തു പിടിപ്പിച്ചു. ഇത് ക്രൈമാണ്, ഇത് ക്രൈമാണ്. നീ ഒരു പെണ്ണായതിന്റെ പേരിലാണ്. ഒരാണ് പെണ്ണിനെതിരെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലോ അവന് പകത്ത് കിടന്നേനെ. നിനക്കെതിരെ ആരും കേസ് കൊടുക്കാൻ ഇല്ലാത്തോണ്ടാണ്. എന്നിട്ട് വന്ന് ഡയലോഗ് അടിക്കുന്ന ലേശം ഉളുപ്പുണ്ടോ നിനക്ക്? ഭയങ്കര ഷോക്കാണ് സീരിയസ് ആയിട്ട്. പഴയ പോലെ കണ്ണീരൊന്നും അങ്ങോട്ട് വരുന്നില്ലല്ലോ മോളെ. നിനക്ക് ഇത്രയും പാടാണോ കരയാൻ? സാധാരണ 1-2 സെക്കൻഡൊക്കെ മതി ഒന്ന് കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകാൻ. ഭയങ്കര ഷോക്കാണെന്ന് പറയുമ്പോൾ 2 കണ്ണീരും കൂടെ ഒക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടിയേനെ. വരട്ടെ, വരുന്നില്ല ഒന്നും. ഇങ്ങനെ ഒരാളെ പറ്റി ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാണ്ടിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. വെറുതെ ഇരുന്ന ഒരു ചാറ്റിന്റെ ക്രെഡിബിലിറ്റി കൊണ്ട് അനന്തുവിനോട് എനിക്ക് അനന്തു ലൈവ് കാണുമായിരിക്കും. ബിക്കോസ് എല്ലാ ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് കണ്ടന്റ് ആക്കുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ടന്റ് ആക്കുന്നുണ്ടെങ്കിൽ അനന്തു ദയവ് ചെയ്ത് ഇതെന്റെ ചാറ്റാന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ഷോക്കാണ്. ഭയങ്കര ഷോക്കാണ്. അതിനു മുമ്പ് അത് നിന്റെ ചാറ്റാണെന്ന് എന്റെ വീഡിയോയിൽ ഞാൻ എവിടെയാണ് പറഞ്ഞതെന്ന് നീ ആദ്യം പ്രൂവ് ചെയ്യും. എന്നിട്ട് അതിന്റെ ക്രെഡിബിലിറ്റി ഞാൻ പ്രൂവ് ചെയ്താൽ പോരെ? അത് നീ പ്രൂവ് ചെയ്യും. അല്ല, ഞാൻ നിന്റെ അടുത്ത് വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നീ ഇത്രയും നാള് പുറത്ത് വിട്ട ചാറ്റിനൊക്കെ എന്ത് ക്രെഡിബിലിറ്റി ആയിരുന്നുള്ളത്? പേരും നാളൊന്നും ഇല്ലാത്ത ഒരു തുണ്ട് സാധനം കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവെക്കും. അത് എന്നിട്ട് ഇന്ന ആളാണെന്ന് പറയും. നമ്മളൊക്കെ അത് വിശ്വസിച്ചു. ഫസ്മിൻ എന്ന് പറയുന്ന ആള് സത്യമാണെന്നുള്ള രീതിയിൽ നമ്മളതൊക്കെ വിശ്വസിച്ചു. അതിനൊക്കെ എന്ത് ക്രെഡിബിലിറ്റി ആയിരുന്നുള്ളത്? അത് നീ ഒന്ന് പറ. പിന്നെ നീ എന്റെ തംബ്നെയിൽ കണ്ടിട്ടാണ് ഈ കിടന്ന് ഡയലോഗ് അടിക്കുന്നതെങ്കിൽ തംബ്നെയിൽ മിസ്ലീഡിംഗ് ആണ്. മിസ്ലീഡിംഗ് ആക്കാൻ വേണ്ടി തന്നെ വെച്ചതാണ്. പൊതുവെ ഞാൻ എന്റെ തംബ്നെയിലിനകത്ത് മിസ്ലീഡിംഗ് കയറ്റാറില്ല. അത് മിസ്ലീഡിംഗ് എന്ന് പറയാനും ഇല്ല. നിന്റെ ചാറ്റ് എന്നും പറഞ്ഞ് ഏതോ ഒരു യൂട്യൂബ് ചാനൽ പുറത്തായ സാധനം ഞാൻ എന്റെ തംബ്നെയിലിനകത്ത് എഴുതി വെച്ചേക്കുന്നു, ഫസ്മിന ആൻഡ് ജയന്റെ ചാറ്റ് ലീക്കായി. അതിനകത്ത് കുൽസിതമെന്നോ അല്ലെങ്കിൽ അശ്ലീല ചാറ്റെന്നോ എന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. പിന്നെ നിന്റെ വീഡിയോക്കകത്ത് അങ്ങനെ ഒരു തംബ്നെയിൽ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാനൊരു തെറ്റ് ചെയ്യുന്ന എനിക്കൊരു തോന്നലും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് റെസ്പെക്ട് തന്നാൽ അങ്ങോട്ട് റെസ്പെക്ട് തരാൻ പറ്റത്തുള്ളൂ. നീ വാണമെന്നും മറ്റേ മയ്യും അതും ഇതൊക്കെ ചേർത്ത് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഇതേ തിരിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഒരു മര്യാദയും മാന്യത ഇല്ലാത്ത നിന്റെ അടുത്തൊക്കെ ഒരു റെസ്പെക്ട് കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. മുതലക്കണ്ണീരല്ലേ ഇതാവും ആടക്കുട്ട. എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എവിടെ വന്ന് എത്ര തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇത് അനന്തു കാണാൻ വേണ്ടി ചെയ്ത. ബിക്കോസ് അനന്തു എന്റെ മെസ്സേജ് തിരിഞ്ഞു നോക്കത്തില്ലെന്ന് അറിയാം. അനന്തു ലല്ലുന്റെ സൈഡാണെന്നും എനിക്കറിയാം. അപ്പൊ അനന്തു കാണാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. എത്ര സൗമ്യമായിട്ടാണ് ഗൈസ് സംസാരിക്കുന്നത്, അനന്തു കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പക്ഷെ റീലിനകത്തോട് വരുമ്പോഴത്തേക്ക് മോഡൊക്കെ അങ്ങ് മാറും, വേറെ മോഡാ. ഇതിനകത്ത് ഫസ്റ്റിന് പറയുന്ന ഒരു കാര്യം, എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ലെന്ന്. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. എനിക്കറിയില്ല, ഒരു അൺനോൺ നമ്പറിൽ നിന്നാണ് വന്നത്. ആരാണ് നമ്പർ എന്ന് അറിയത്തില്ല. അതിനകത്ത് ഫസീൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ട്രൂ കോളർ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഗൂഗിൾ പേക്കകത്തോടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഫസ്മിന ഹുസൈൻ എന്ന് നടക്കുന്നു. അപ്പോഴേ മനസ്സിലായി നീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ റിപ്ലൈ തരാഞ്ഞത്. ഒരു ഉളുപ്പില്ലാതെ എന്നെ തെറി വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ നിനക്ക് ഞാൻ റിപ്ലൈ തരണം? നാണം ഉണ്ടോ നിനക്ക് എന്റെ അടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് വരാൻ? മാത്രമല്ല, ഞാൻ എന്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് നീ മെസ്സേജ് അയച്ചുകൊണ്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഇവിടെ യൂട്യൂബിൽ ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു മെസ്സേജ് വെച്ചുകൊണ്ട് എന്റെ അടുത്തോട്ട് വരണ്ടെന്ന് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് വന്നിട്ട് പണയുന്നു 5 മെസ്സേജ് എഴുതരുതെന്ന്. പിന്നെ
ലല്ലുവിന്റെ സൈഡാണെന്നാ. ഞാൻ ഏത് വീഡിയോയിലാണ്, അന്നിട്ട വീഡിയോ ആണെങ്കിലും ഇന്നിട്ട വീഡിയോ ആണെങ്കിലും ആ പരനാറിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇന്നേ വരെ വീഡിയോ ചെയ്തിട്ടില്ല. നിനക്കെതിരെ സംസാരിച്ചെന്നും പറഞ്ഞ അവനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതി നീ വരുത്തി തീർക്കരുത്. നീ ഇപ്പൊ ഈ പറഞ്ഞതിന് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? എന്നെ അവന്റെ സൈഡാക്കി എന്ന് പറയാൻ? നിന്നെ പോലെ അവനൊരിക്കൽ മെസ്സേജ് അയച്ചായിരുന്നു 2 ദിവസം മുമ്പ്. ഞാൻ ഈ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിച്ചതിന് ശേഷം അവന് മെസ്സേജ് അയച്ച് അവൻ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കൊട്ട വോയിസും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് 1-2 ഞാൻ കേട്ടു. അതല്ല, ഞാനത് കേൾക്കാനേ നിന്നിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഓരോ വോയിസ് എടുത്ത് കോണ്ടന്റ് ആക്കാം, ഓരോന്നെടുത്ത് കോണ്ടന്റ് ആക്കാം. 1 കൊല്ലത്തേക്കുള്ള കോണ്ടന്റ് ഉണ്ട്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ അവനെ വിശ്വസിക്കുന്നില്ല. കാര്യം അവനൊരു കള്ളനാണ്. ഞാൻ അവനെ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല. ഞാൻ നിന്റെ അടുത്താണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. എനിക്ക് നിന്റെ വായിന്നാണ് കേൾക്കേണ്ടത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിന്റെ വായിന്നാണ് കേൾക്കേണ്ടത്. എനിക്ക് അവന്റെ ഭാഗം കേൾക്കേണ്ട കാര്യമില്ല. അവൻ ലോക ഉടായിപ്പാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടേ, അല്ലെങ്കിൽ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ ലോക ഉടായിപ്പാണ്, ലോക പിഴയെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമാണ്. അവൻ പിഴയുടെ പുറത്ത് പിഴയാണെന്ന് ഇനി തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്നെ പിടിച്ച് അവന്റെ സൈഡിലോട്ട് ഇട്ടു, ആ ആരുടെ സൈഡ്. എനിക്ക് വേണമെങ്കിൽ അവനെ വിളിച്ച് സംസാരിച്ച കാര്യം ഇവിടെ മറച്ചു വെക്കാം. ഞാൻ ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരുത്തന്റെ വാലെ പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലല്ലുവിനെ ആണെങ്കിൽ നിന്നെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ലല്ലുവിന്റെ സൈഡാണെന്ന് പോലും. ലല്ലുവിന്റെ എന്റെ അമ്മയുടെ ഫോണാണല്ലോ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അവൻ ആരെയാണെന്ന് അന്നും ഞാൻ പറയും, ഇന്നും പറയും, നാളെയും പറയും. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പറയുന്നത് എന്ന് വെച്ചാൽ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് നീയാണ്. നിന്നെ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതിന്റെ റിഗ്രറ്റ് ആണ്. ഇത്രയും കള്ളം പറഞ്ഞ ഒരുത്തിയുടെ വീഡിയോ ആണല്ലോ ദൈവമേ ശരിയാണെന്നും പറഞ്ഞ് കൊട്ടക്കണക്കിനുള്ള സപ്പോർട്ട് എടുത്ത് ചെയ്തത്. ആ റിഗ്രറ്റ്. നിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തായിരുന്നല്ലേ ഹെലൻ. എന്താ ഉണ്ടായിരിക്കുന്നേ ചോദിച്ചിട്ടുണ്ടോ? ഇതേ സെയിം അവസ്ഥ. എന്നെക്കാളും സപ്പോർട്ട് ചെയ്താണ് ഹെലൻ. പുള്ളിക്കാരത്ത് റിഗ്രറ്റ് അടിച്ചിരിക്കുകയാണ്. ഇവളെ പോലെ ഒരു പെണ്ണിനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്ന ഓർത്ത്. ഇത് കണ്ടോ, ലല്ലു എനിക്ക് അയച്ചു തന്നേക്കുന്ന വോയിസ് മെസ്സേജ് ആണ്. ഞാൻ ഒരെണ്ണം പോലും തുറന്നു നോക്കിയിട്ടില്ല. സീരിയസ്ലി ഒരെണ്ണം പോലും തുറന്നു നോക്കിയിട്ടില്ല. ഇത് കുറെ ഉണ്ട് ഇതുപോലത്തെ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഫസ്മിനയുടെ വായിന്നാണ് കേൾക്കേണ്ടത്, അല്ല ലല്ലുവിന്റെ വായിന്നല്ല കേൾക്കേണ്ടത്. എനിക്ക് അവഹിതമുണ്ട് മറ്റതുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി വെറുതെ എന്റെ തലയിലോട്ട് ഓരോ സാധനം എടുത്ത് തലയിൽ വെക്കാൻ നോക്കണേ. എനിക്ക് അവഹിതമില്ല, ഒരു പറയില്ല. നിനക്ക് അവഹിതം ഉണ്ടോ പറയുണ്ടോ എന്ന് നമ്മളാരും ചോദിച്ചിട്ടുമില്ല, നമ്മളാരും പറഞ്ഞുണ്ടാക്കിയിട്ടുമില്ല. ഈ അവഹിതത്തിന്റെ കഥ എവിടുന്ന വന്നേ? അത് എപ്പോഴാണ് വിശ്വസിച്ചത്? നിന്റെ ഇത്താടെ റീലിൽ നിന്ന് നിന്റെ ഡയറിയിൽ എഴുതി വെച്ച സാധനം ലീക്ക് ആയപ്പോഴാണ് ഈ സാധനം നിന്റെ തലയിൽ വന്ന് വീണത്. അതിനൊരു മറുപടി നിനക്ക് ഇന്നേ വരെ ഇതുവരെ നിനക്ക് തരാൻ പറ്റിയിട്ടില്ല. അല്ലാതെ ഇവിടെ ഒരു മനുഷ്യനും ലല്ലു പറഞ്ഞപ്പോ ഒന്നും ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു സാധനം കാണിച്ചപ്പോഴാണ് പലരും നിനക്കെതിരെ തിരിഞ്ഞത്. ഞാൻ അടക്കമുള്ള ആളുകൾ നിനക്കെതിരെ തിരിഞ്ഞത്. അല്ലാതെ നമ്മളാരും നിന്റെ പുറകെ നടന്ന് നിന്റെ ചാരനെ കണ്ടുപിടിച്ച് നിനക്ക് അവഹിതം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. ഓക്കെ, എനിക്ക് അവനുള്ള സമയത്ത് ഞാൻ ആരുടെ കൂടെ പോയിട്ടുമില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്റെ പേരിൽ ചാറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഡേറ്റ് വെച്ചിട്ടുണ്ടാക്കട്ടെ, ഡേറ്റ് കാണിക്കുക. അതിനകത്ത് എനിക്ക് ഡേറ്റ് കണ്ടാൽ മതി. ആ ചാറ്റിലൊരു ഡേറ്റ് കാണിക്കുക. ആ ഡേറ്റ് കണ്ടാൽ മതി എനിക്ക്. നിങ്ങൾ ആരെങ്കിലും അനന്തുവിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്തൊന്ന് ആ ചാറ്റിന് ഇതൊന്ന് കാണിക്കാൻ പറ. ആ ചാറ്റ് എന്റെ ആണെന്നൊന്ന് കാണിക്കാൻ പറ. എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുക. ആരെങ്കിലും അനന്തുവിനെ അറിയാന്നുണ്ടെങ്കിൽ പുള്ളിയെ ഒന്ന് കോണ്ടാക്ട് ഉണ്ട്, എന്റെ ആണെന്ന്. ഇത്ര പുള്ളി എന്നൊക്കെ വിളിച്ച്. ഇന്നലെ പുള്ളി വേറെ ആയിരുന്നു. ഇന്ന് പുള്ളി എന്നൊക്കെ വിളിച്ച് കുറച്ചോ മാറും. ഇത് ഇങ്ങനെ നിൽക്കൂല, കുറച്ചോ മാറും. അത് കാണിക്കാം നമുക്ക്. പറയാനുള്ളൂ സീരിയസ്ലി. ഇതിൽ പറയുന്ന ജയ്ക്ക് എത്ര വയസ്സാന്ന് പോലെ നിൽക്കുന്ന ആൾക്കറിയില്ലോ. ഇറ്റ്സ് ജസ്റ്റ് 20 years. ജയ്ക്ക് എത്ര വയസ്സാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ജസ്റ്റ് 20 years old. ഗൈസ്, എന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും. ഈ സെയിം കാര്യം ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പം ജയ്ക്ക് 20 വയസ്സേ ഉള്ളൂ. ജയ് ഈസ് ഈക്വൽ ടു ജലൻ എന്നുള്ള ഒരു രീതിയാണല്ലോ പറയുന്നത്. അപ്പം ജയ ജലനാണ് നീ ഉറപ്പിച്ച്. അപ്പം ജയ ഗീവ്സ് ദ ബെസ്റ്റ് സാധനം എഴുതിയത് ഇതാന്ന് നീ തന്നെ ഇപ്പൊ പറയാതെ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, നെക്സ്റ്റ് വീഡിയോക്കകത്ത് അയ്യോ അതെന്റെ ബ്രദർ ആണെന്നും കൂടെ പറ. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളിൽ നിന്ന് വെറുതെ ജയ് എന്ന് പറഞ്ഞെടുത്ത് എന്തോരം പേരെ ഡ്രാഗ് ചെയ്യുന്നറിയോ? നീ ഫോളോ ചെയ്യുന്ന ആളിൽ നിന്ന് ജയെന്നും പറഞ്ഞെടുത്തെന്നോ? വെറുതെ ജയെന്നും പറഞ്ഞെടുത്തെന്നാണോ നീ പറയുന്നത്? നിന്റെ ഡയറിക്കകത്ത് ദാണ്ടെ കൃത്യമായിട്ട് ജലൻ എന്ന് പറയുന്ന പേര് ദാണ്ട കണ്ടിട്ടില്ല, കണ്ണു തുറന്ന് കാണ്. 2 സ്ഥലങ്ങളിൽ ജലൻ എന്ന് പറയുന്ന പേര് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ജയ ഗീവ്സ് മീ ദ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടപ്പോഴാണ് പലരും അസ്യൂം ചെയ്ത് വന്നത്. ഇതല്ലെങ്കിൽ നീ പ്രൂവ് ചെയ്യ്. നിന്റെ ഡയറിക്കകത്ത് എഴുതി വെച്ചല്ലേ, അല്ലെ നമ്മൾ എഴുതി വെച്ചല്ലോ. നീ പ്രൂവ് ചെയ്തത് തെറ്റാണെന്ന്. അത്രയും കാര്യമുള്ളൂ. ഇതാണ് നമ്മൾ എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ്. അല്ല നിന്റെ ഫോളോ ലിസ്റ്റിൽ നിന്ന് വെറുതെ ഒരു ജയ എടുത്തിട്ടൊന്നും അല്ല. കൃത്യമായിട്ട് ജലൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ടതാണ്. അല്ല ഞാനൊന്നും അല്ല എഴുതി വെച്ചത്. ഇവിടെ പറഞ്ഞിട്ടതൊന്നും ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് സ്റ്റിക്ക് നോട്ടിനകത്ത് ജലൻ എഴുതി വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചെന്ന്. അല്ല മോളെ, ഞാനൊരു കാര്യം നിരുത്തി ചോദിക്കട്ടെ. ഇപ്പൊ ഈ 2 ചാറ്റ് ഫേക്ക് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുന്നുള്ളൂ.
അത് ഫേക്ക് ആണ്, അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അത്ര പൊട്ടനൊന്നും അല്ല. ഓക്കെ, ആ ചാറ്റ് പുറത്ത് വിട്ടപ്പോൾ നിനക്ക് ഇത്ര പൊട്ടിയെങ്കിൽ ഈ ഡയറിക്കകത്ത് ജെ ഗിവ്സ് മീ ദ ബെസ്റ്റ് സെഷൻ എന്ന് എഴുതി വെച്ചിട്ട് അത് പുറത്ത് വന്നപ്പം ഈ രോക്ഷം ഒന്നും കാണുന്നില്ലല്ലോ, ഈ തിളപ്പൊന്നും നിനക്ക് കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. ഈ ചാറ്റിനേക്കാളും വൾഗറായിട്ടുള്ള കാര്യമാണ് നിന്റെ ഡയറിക്കകത്തോടെ നിന്റെ ഇത്താ പുറത്തു വിട്ടത്. അപ്പൊ നിനക്ക് അതിനെപ്പറ്റി ഒന്നും മിണ്ടണ്ടേ? എനിക്കത് മനസ്സിലാവും. ആ ലോജിക്ക് ഒന്ന് എനിക്കൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ജോയിന്റ് അടിച്ച കാര്യം, IPL കഴിച്ച കാര്യം, ശശി ചെയ്ത കാര്യം, ഇതെല്ലാം നിന്റെ ഡയറിക്കകത്തോടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചാറ്റിനേക്കാളും വളരെ മോശമായിട്ടുള്ള കാര്യം, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി നിനക്ക് കമാന്നൊരക്ഷരം മിണ്ടണ്ട. ചാറ്റിനകത്ത് എന്തോ ആരോ പഠിച്ച് പടച്ചു വിട്ടപ്പോഴത്തേക്ക് അവർക്ക് അത് പൊട്ടി. അതെനിക്ക് മനസ്സിലാവും. ആ ലോജിക്ക് ഒന്ന് ഇന്ന് പറഞ്ഞാ. ഭയങ്കര ശോകമാണ്. എന്തേലും ചെയ്യും, എനിക്ക് വയ്യ. എനിക്ക് നിങ്ങളൊക്കെ ബോധിപ്പിച്ച് മതിയെ, എനിക്ക് മതിയെ എനിക്ക് ജീവിതം. അത്രയും വരെ എത്തിച്ചത് നിങ്ങളൊക്കെ. ഇപ്പൊ എല്ലാം നമ്മുടെ കുറ്റം, എല്ലാം നമ്മുടെ കുറ്റമാണ് ഗൈസ്. വീഡിയോ ചെയ്തവരുടെ കുറ്റം, കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുറ്റം, കമന്റ് ഇടുന്നവരുടെ കുറ്റം, എല്ലാം നമ്മുടെ കുറ്റം. നിന്റെ ലൈഫ് സോഷ്യൽ മീഡിയ ഇട്ടത് ഞാനാണോ, അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണോ? നീയാണ് നിന്റെ ജീവിതത്തെ അപരാധിച്ചത്. എത്ര വീഡിയോ നിന്റെ ചാനലിൽ അപരാധിച്ചിട്ടുണ്ടോ? നിനക്ക് വല്ല തിട്ടമുണ്ടോ? ഇത്രയും നാൾ ഇവള് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടോണ്ടിരുന്നു. അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് അയ്യോ എന്റെ ലൈഫ് നിങ്ങളെ നശിപ്പിച്ച് ഉത്തരവില്ല. അപ്പോഴത്തേക്ക് അവൾക്ക് ജീവിതം മടുത്ത്. ഉത്തരവില്ലാതെ വന്നപ്പോഴത്തേക്ക് നല്ല അടവാണ് മോളെ. എന്തൊരടവാണ് നീ ഇറക്കുന്നത് അറിയോ? ഇങ്ങനെ അയ്യോ, ഇപ്പോഴാണ് തനിക്കോണം കൃത്യമായിട്ട് പുറത്തോട്ട് തള്ളി വരുന്നത്. സത്യം പറഞ്ഞാൽ കള്ളിച്ചി എന്ന് പറഞ്ഞ പേര് നിനക്കാണ് സെറ്റ്. അത് നിനക്കാണ് നല്ല രീതിയിൽ ചേരുന്നത്, കള്ളിച്ചി. ഇപ്പൊ ഇത്രയും നേരം ഇവിടെ ഒരു ശോകമായിട്ടുള്ള ഒരു ലൈവ്, ഭയങ്കര സൗമ്യമായിട്ട് ഭയങ്കര സെന്റിമെന്റ് അടിച്ചിട്ടുള്ള ഒരു ലൈവാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇനി മാനിപ്പുലേഷന്റെ നെക്സ്റ്റ് ലെവൽ റീല് കാണാം. ആദ്യം സ്റ്റോറി കണ്ടു, പിന്നെ ലൈവ് കണ്ടു, ഇനി റീല് കാണാം. അത് എനിക്കെതിരിട്ടേക്കുന്ന റീലാണ്, അതുകൂടെ കാണാം. ലൈഫ് ഓഫ് അനന്തുവിനോടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ചാറ്റ് ഇട്ടിട്ടുണ്ട്, എന്റെ ചാറ്റ് ലീക്ക് ആക്കി എന്ന് പറഞ്ഞിട്ട്. ദാറ്റ് ഇസ് നോട്ട് മൈ അക്കൗണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അക്കൗണ്ട് അല്ല. അപ്പൊ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സാധനം എടുത്ത് പുറത്ത് വിടരുത്. യു ആർ റൂയിനിങ് മൈ ലൈഫ്. എന്റെ ലൈഫാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്മിന്റെ മോളെ, ഞാൻ പൊട്ടനോ ബദിരനോ മൂകനോ ഒന്നും അല്ല. നീ ഒരു വട്ടം പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. നീ ലൈവിൽ പറയുന്നത് നീ തന്നെ പറഞ്ഞു ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പൊ നിനക്കറിയാം ഞാൻ കാണുന്നുണ്ടെന്ന്. സ്റ്റോറി ഇടുന്നത് കാണുന്നുണ്ടെന്ന് നിനക്ക് തന്നെ അറിയാം. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചാൽ മതി. നീ ലൈവും സ്റ്റോറിയും എല്ലാം കൂടി ഇട്ട് വന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഉദ്ദേശം വേറെയാണ് ഗൈസ്. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കള്ളം ഇങ്ങനെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവുക എന്നുള്ളൊരു ധാരണ നിനക്കുണ്ടാവും. എനിക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഞാൻ നിന്റെ ലൈഫ് നശിപ്പിച്ചു എന്ന്. സീരിയസ്ലി ഞാൻ നിന്റെ ലൈഫ് നശിപ്പിച്ചു? കണ്ട അവന്മാരുടെ കൂടെ നടന്നിട്ട് അത് മൊത്തം സോഷ്യൽ മീഡിയ വന്ന് ഛർദ്ദിച്ച് വെച്ചിട്ട് നീ ചെയ്ത കള്ളത്തരം പിടിച്ചപ്പോ നിന്റെ ലൈഫ് നമ്മൾ നശിപ്പിക്കും. നീയാണ് നിന്റെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇട്ട് സെല്ല് ചെയ്യുന്നത്. ഇത്രയും നാൾ നിന്റെ ലൈഫ് വെച്ച് നിനക്ക് പൈസ ഉണ്ടാക്കിയപ്പോൾ അതൊന്നും നിനക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചോദിച്ചവൻ ജീവിതം നശിപ്പിച്ചു. പുതിയ സ്റ്റോറി കൊള്ളാം. ചാറ്റ് റിയൽ ആണെന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. ഈഫ് അത് റിയൽ ആണെങ്കിൽ തന്നെ നിന്റെ ഡയറിയിലുള്ളതിനേക്കാൾ വലുതൊന്നും അതിനകത്തില്ല. സോ അതുകൊണ്ട് നീ അതാദ്യം പറ. ഇത്രയും നാൾ ലല്ലു നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഞാനാണ് അവിടെ ലൈഫ് നശിപ്പിച്ചത്. ലല്ലു ഒക്കെ മാറി, ഇപ്പൊ ഞാനാണ് ലൈഫ് നശിപ്പിച്ചത്. ഞാൻ ഓക്കെ. ഇത്രയും നാൾ ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ല രസമായിരുന്നു. അയ്യോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, ഭയങ്കര വ്യൂവർഷിപ്പ് കിട്ടുന്നു, ക്യാഷ് വരുന്നു. എവിടെ ഏതോ കണ്ടക ശനിക്ക് ഇവിടെ ചേച്ചി ഇത്തിത്താ വന്ന് ഒരു റീൽ എടുത്ത് അതിനകത്ത് ഇവിടെ ഡയറി പെട്ട്. അപ്പോഴത്തേക്ക് ഇവിടെ കള്ളമെല്ലാം പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇവക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. ഇവക്ക് അതങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇത്രയും നാൾ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് തെളിവൊക്കെ വെച്ച് പ്രൂവ് ചെയ്തുകൊണ്ട് വന്ന വ്യക്തിയല്ലയോ? അതും കള്ളത്തരമായിരുന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. അതിനകത്ത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭാഗം ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലോട്ട് ഇവള് തന്നിട്ടുള്ളൂ. അല്ലാതെ ഒരു തേങ്ങയും കാണിച്ചിട്ടില്ല. ഇത്രയും നാൾ ഫസ്മിന് അൽഫോൺസാമയായിരുന്നു, വിശുദ്ധയായിരുന്നു, സത്യം മാത്രം പറയുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അറിയാതെ ചേച്ചിയുടെ റീലിൽ കൂടെ ഡയറി പുറത്തു വന്നപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് നിന്റെ ജീവൻ നശിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ഒന്നെങ്കിൽ നീ അത് സ്വയം ഏറ്റെടുത്തോ, അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് നിനക്ക് താല്പര്യം നിന്റെ ചേച്ചിക്ക് കൊടുത്തു. നിനക്ക് അറിയാത്തൊരു കാര്യം, ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ വാണത്തിനോട് ഞാൻ പറയുന്നത്, എന്റെ ചാറ്റ് അല്ലാത്തൊരു ചാറ്റ് ക്രിയേറ്റ് എഗെയിൻ വാണം. ഈ വാണം വിളിയെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്. നിനക്ക് വാണത്തിനോട് ഇത്ര താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് കാര്യമില്ല. സമയം കിട്ടുമ്പം നീ പോയി നിന്റെ വാപ്പ എടുത്തെങ്കിൽ ചോദിച്ചു നോക്ക്, എന്തിനായിരുന്നു വാപ്പ അങ്ങനെ ഒരു സാധനം വെച്ച് എന്നെ ജനിപ്പിച്ചതെന്ന്. അവരും ഇപ്പൊ അത് തന്നെ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ വാണം, മറ്റേ മയ്യ്, പായ്, തൂയ്, അതൊക്കെ നീ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയി വിളി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. നീ എഗെയിൻ പിന്നെ എന്നെ അത് തന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ടായിരിക്കണം എഗെയിൻ നമ്മളെ തന്നെ വന്ന് വിളിക്കുന്നത്. അവകാശപ്പെടാൻ നല്ല മാതാപിതാക്കൾ ഇല്ലാത്തതിന്റെ എല്ലാ ഗുണങ്ങളും നീ കാണിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് നിന്നോട് വിഷമമുണ്ട്. പോട്ടെ കേട്ടോ, കുഴപ്പമില്ല. ചാറ്റ് ക്രിയേറ്റ് ചെയ്ത ചാറ്റ് എന്റെ അവിഹിതം എന്റെ അത് ആക്കി ഇതാക്കി പൊക്കി എന്ന് പറഞ്ഞിടുമ്പം ക്രെഡിബിലിറ്റി നോക്കാണ്ട് ഇമ്മാതിരി കണ്ടന്റ് ഉണ്ടാക്കരുത്. ഡോണ്ട് പ്ലേ വിത്ത് സമ്മൺസ് ലൈഫ്. ഓക്കെ,
ലല്ലു തരുന്ന കണ്ടന്റ് എല്ലാം എടുത്ത് അങ്ങോട്ട് ഇടാൻ നിൽക്കരുത്. അതിന്റെ ക്രെഡിബിലിറ്റി നോക്കണം. ഇസ് ഇറ്റ് മൈ അക്കൗണ്ട്, എന്റെ അക്കൗണ്ട് അത് നിനക്ക് ലല്ലു തരുന്ന കണ്ടന്റ് ക്രെഡിബിലിറ്റി നോക്കാതെ എടി ആദ്യം നീ തെളിയിക്ക്. ഞാൻ എന്റെ വീഡിയോക്കകത്ത് ആ ചാറ്റ് നിന്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആ ചാറ്റ് ക്രിയേറ്റ് ചെയ്താണോ ഇല്ലയോ എന്ന് നിനക്കറിയോ? എങ്ങനെ ഒരു ചാറ്റ് അവന്റെ പുറത്തോട്ട് ലീക്കായി? അതിനൊന്നും ഒരു ചോദ്യവും ഇല്ല, ഒരു ആൻസറും ഇല്ല. സ്വന്തമായിട്ട് ചുമ്മാ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്റെ ചാറ്റോ എന്റെ കുൽസുതോ എന്നും പറഞ്ഞിട്ട് യു ലീക്ക് സംതിങ്. അതിന്റെ ക്രെഡിബിലിറ്റി എവിടെ ആനന്ദു? ഐ വോണ്ട് ദാറ്റ് റൈറ്റ് നൗ. എന്റെ അക്കൗണ്ട് ആണ്, അത് പ്രൂവ് ചെയ്യുക. അപ്പുറത്തിരിക്കുന്ന ആള് വേറെ ആളുടെ അക്കൗണ്ട് ആണ്, പ്രൂവ് ചെയ്യുക. വെറുതെ എന്റെ കുൽസിതം എന്ന് പറഞ്ഞ് വെറുതെ രണ്ടുപേരുടെ ലൈഫ് കളയാണ്ടിരിക്കുക. എനിക്ക് അത്ര പറയുള്ളൂ. ദിസ് ഇസ് വെരി സീരിയസ്. എന്റെ ചാറ്റ് അല്ല അത്. ഓക്കെ, വല്ലായി സത്യം എന്റെ ചാറ്റ് അല്ല. ദിസ് വാസ് ക്രിയേറ്റഡ് ബൈ ലല്ലു. ആൻഡ് ലല്ലു ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്, വേറെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യും. അവനും കിളി എന്ന് പറയുന്ന ആളും ചേർന്നിട്ടാണ് ഈ ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് നീഡ്സ് ക്രെഡിബിലിറ്റി. കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ സൂക്ഷിക്കുക. ലൈഫ് ഓഫ് അനന്തുവിനോടാണ് എനിക്ക് പറയാനുള്ളത്. ക്രെഡിബിലിറ്റി ഉള്ള ഒരു മുതലിനെ കണ്ടിട്ടില്ലെങ്കിൽ താണ്ടെ കണ്ടോ, ഭയങ്കര ക്രെഡിബിലിറ്റി ഉള്ള മുതല കേട്ടോ. ഫസ്മിനെ പിന്നെ കോണ്ടന്റ് ഉണ്ടാക്കാറേ ഇല്ല, അപരാധം പറയാറേ ഇല്ല. നല്ലത് മാത്രം പറയും, നല്ലത് മാത്രം ചിന്തിക്കും, നല്ലത് മാത്രം പുകയ്ക്കും, നല്ലത് മാത്രം അടിക്കും. അതാ പറഞ്ഞ ഭയങ്കര ക്രെഡിബിലിറ്റിയാണ്. ജീവിതമേ ക്രെഡിബിലിറ്റിയാണ്. ഓംഫിക്കലാണ് ഗൈസ് മെയിൻ ക്രെഡിബിലിറ്റി. ഇവളിപ്പോ കിടന്ന് ഈ തിളയ്ക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന്? ഞാൻ ഇവളെ തകർക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നവർ ഇവളെ തകർക്കാൻ ശ്രമിക്കുന്നു, ഫേക്ക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു നറേഷൻ നമുക്ക് കൊണ്ടുവരണം. നാളെ ഇവക്കെതിരെ എന്തെങ്കിലും വന്നാൽ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ്, നമുക്ക് ഇപ്പോഴേ അത് തെളിയിക്കണം. അതിന് കിട്ടിയൊരു അവസരമായിട്ട് കണ്ട് ഇവളത് മുതലാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്ക്, ആ ഡയറിക്കകത്ത് ഇതിനേക്കാളും ഗുരുതരമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേക്കണേ? അതിനെപ്പറ്റി ഇവക്കൊന്നും മിണ്ടണ്ട. ഇത്രയും നാളായിട്ട് എത്ര ആൾക്കാർ ചോദിക്കുന്നു. ഇവളൊരു സ്റ്റോറി ഇട്ടോ, ഇവളൊരു ലൈവ് വന്നു, ഒരു റീൽ ചെയ്തോ, ഒന്നും ചെയ്തില്ല, ഒന്നും മിണ്ടണ്ട അതിനെ പറ്റി. ഇപ്പൊ വന്നിട്ട് സെന്റിമെന്റ്സ് ഇറക്കുകയാണ്, കണ്ണീര് കാണിച്ച ആളുകളുടെ സപ്പോർട്ട് നേടാൻ ശ്രമിക്കുകയാണ്. നിന്റെ കണ്ണീര് കണ്ട ഇനി ആരും ഇവിടെ സപ്പോർട്ട് ചെയ്യത്തില്ല. നിന്റെ കണ്ണീര് സൈനൈഡിനെക്കാളും വിഷമാണ്. ഇത്രയും കണ്ണീര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരുത്തി വേറെ ഇല്ല. ഇവിടെ തെറ്റുകൾ മറയ്ക്കാൻ, അല്ലെങ്കിൽ ഇവിടെ മുകളിലോട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടി. ഇനി എന്റെ നെഞ്ചത്തോട്ട് വരിക, ഈ ഒരു സബ്ജക്റ്റ് അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട്. മനസ്സിലായ? ഇവിടെ ഇത് വഴിതിരിച്ചു കൊണ്ടുപോവാ. ഇവിടെ പേരിൽ ഫേക്ക് ചാറ്റ് ഉണ്ടാക്കി അതിന്റെ ഇത് ബാക്കി അത് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് ഇത് വഴിതിരിക്കാനുള്ള ശ്രമമാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങ് മാഞ്ഞു പോകുമല്ലോ, ആൾക്കാരൊക്കെ മറക്കുമല്ലോ. അതുകൊണ്ടാണ് റീല്, ഷോർട്സ്, ലൈവ് ഒരു കാര്യം ഒന്നല്ല രണ്ടല്ല പലതവണ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര തവണ കേട്ടു ഈ കാര്യം പറയുന്നത്? ക്രെഡിബിലിറ്റി കാണിക്കാൻ വേണ്ടി പറയുന്നത്. ഇവളെന്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നിട്ട് ഈ റീൽ ചെയ്യുന്നത്, ഈ ലൈവ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ എവിടെയാ പറഞ്ഞത്? സമ്മതിക്കണം മോളെ, നിന്നെ സമ്മതിക്കണം. ആൻഡ് വേറൊരു കാര്യം, ഈ റീലിന്റെ കമന്റ് സെക്ഷൻ ഓഫാ. കണ്ടില്ലേ? കമന്റ് സെക്ഷൻ ഓഫാ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇത് കണ്ടിട്ട് എനിക്ക് അയച്ചൊരു മെസ്സേജാ. എന്നാണ്ട് ഫസ്മിനെ നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇൻസ്റ്റയിൽ. ഇത്രയും നേരം അതിന്റെ കമന്റ് ഓൺ ആയിരുന്നു. അപ്പൊ ഞാൻ കമന്റ് ടൈപ്പ് ചെയ്തു, നീ ഇത്രയും നാൾ അക്കൗണ്ട് ക്രെഡിബിലിറ്റി ഒക്കെ കൺഫേം ചെയ്ത് മെറ്റാ കൺഫർമേഷൻ റിപ്പോർട്ടൊക്കെ വെച്ചിട്ടൊന്നും അല്ലല്ലോ ലല്ലു വിത്ത് അതർ ഗേൾസ് ചാറ്റ് ഒക്കെ സീരിയസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ദെൻ വാട്ട് റൈറ്റ് യു ഹാവ് ക്വസ്റ്റ്യൻ അനന്തു എന്ന് അപ്പോഴേക്ക് അവൾ കമന്റ് ടേൺ ഓഫ് ചെയ്തു. ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ അവൾ കിട്ടിയ കച്ചുത്തുമ്പിൽ പിടിച്ച് കയറി സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങളെ പറ്റി ഒന്നും മിണ്ടാൻ ചാൻസ് ഇല്ല. ആ കമന്റ് സെക്ഷനിൽ മൊത്തം ഇവക്ക് എഗനിസ്റ്റ് ആയിട്ട് വന്നു. അപ്പോഴത്തേക്ക് നൈസ് ആയിട്ട് കമന്റ് സെക്ഷൻ അങ്ങ് ഓഫ് ആക്കി. അതാ പറഞ്ഞേ, ഇപ്പൊ ഇവള് ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ്? ചോദ്യം ചോദിക്കുന്നതിന്റെ വായടയ്ക്കുന്നു, സബ്ജക്ട് വഴിതിരിച്ചു വിടുന്നു. ഇതാണ് ഇപ്പൊ ഇവള് ചെയ്തോണ്ടിരിക്കുന്നത്. നിനക്ക് മറുപടി ഇല്ല വരുമ്പോഴത്തേക്ക് നീ ഇങ്ങനെയുള്ള പല ഗിമിക്കും കാണിക്കും. അത് ഇങ്ങോട്ട് ഇറക്കണ്ട ഒന്നുമോളെ, ഇങ്ങോട്ട് ഇറക്കണ്ട. എന്നിട്ട് വന്ന് കുറെ കണ്ണീര് നാടകം. ഞാൻ ഇവിടെ ലൈഫ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന്. ഇത്രയും നാൾ പെണ്ണ് പിടിച്ചു കിടന്ന ലല്ലു പോലും ഔട്ട്, ഞാൻ ലൈഫ് നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ മാനിപ്പുലേറ്റ് ചെയ്ത കഥ പോകുന്ന പോക്ക് കണ്ടോ? ഇവൾ ഇപ്പോഴും എന്തോ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ഇങ്ങനെ പ്രൂഫ് ഉണ്ടോ? ഡു യു ഹാവ് എനി വീഡിയോസ്? ദിസ് ഈസ് എ ട്രാൻസ്ജെൻഡർ ബ്രോ. ഏത് ട്രാൻസ്ജെൻഡർ? ഇതൊക്കെ ഐ വാസ് പ്ലാനിങ് ടു ഷോ മൈ വീഡിയോ വൈൽ ഐ വാസ് മാരീഡ് ടു ഹിം. ഹി വെന്റ് ബാക്ക് ടു ട്രാൻസ്ജെൻഡർ. ഷീ ഈവൻ ടെക്സ്റ്റ് മീ സെയിങ് നോ ട്രസ്റ്റ് ഹിം, സ്റ്റിൽ പീപ്പിൾ സപ്പോർട്ടിങ് ഹിം. ഇവിടെ ആരാണ് ഇവനെ ട്രസ്റ്റ് ചെയ്തത്? ഇവൻ ട്രാൻസ്ജെൻഡറിന്റെ കൂടോ അല്ലെങ്കിൽ വേറെ കാളയുടെ കൂടോ പട്ടിയുടെ കൂടോ പോയി കിടക്കട്ടെ, നമുക്ക് എന്തുവാ? ഏതോ ഒരു ചാറ്റും ഇട്ടിട്ടുണ്ട്, എന്തോ പറയാൻ കേട്ടോ. ലൈഫ് ഓഫ് അനന്തു, ഹോപ്പ് യു റിയാക്ട്. എല്ലാം റിയാക്ട് ചെയ്യുന്ന ലൈഫ് ഓഫ് അനന്തു, ഹോപ്പ് യു റിയാക്ട് ദിസ് ഓൾസോ. നാളെ ഇടുന്ന വീഡിയോയിൽ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ചാറ്റും കാര്യങ്ങളും ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പേഴ്സണലി വേറെ കുറെ ചാറ്റുകളുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവനെ നീ ഇനി എന്തുവാ ആക്കാനുള്ളത്? അവൻ കോഴിയാണ്, അവൻ ഫ്രോഡാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അവൻ ട്രാൻസ്ജെൻഡർ കൂടോ പട്ടിയുടെ കൂടോ കൊരങ്ങന്റെ കൂടോ ഇനി ഏതെങ്കിലും പോത്തിന്റെ കൂടോ ആരുടെ കൂടെ പോട്ടെ, എനിക്കെന്തുവാ? നമ്മള് ചോദിച്ച ചോദ്യം ഇതൊന്നും അല്ല. അവൻ അങ്ങനെ ചെയ്യുന്നവനായിരിക്കും, അവൻ അങ്ങനെ പോട്ടെ. ഞാൻ വേണേ അയച്ചു തരാം. ക്രിയേറ്റ് ചെയ്ത ആറ്റല്ല കേട്ടോ, സ്വന്തമായിട്ട് കൈ നക്കുന്നത്, സ്വന്തമായിട്ട് സാമാനം ഇതാക്കുന്നത്.
പിന്നെ നിന്റെയൊക്കെ സാമാനം നക്കുന്നതും മറ്റേയൊക്കെ എടുത്തിടലാണല്ലോ എനിക്കിവിടെ പണി. പോയി പണിയൊക്കെ വേണ്ടേ? നക്കുന്നതും പിടിക്കുന്നതൊക്കെ നീ അങ്ങ് കണ്ടോണ്ട് അല്ലെങ്കിൽ നീ മറ്റവനെ കൊണ്ടങ്ങ് ടെലിഗ്രാമിൽ അങ്ങ് ഇടിപ്പിച്ചാൽ നമുക്ക് ഇത് എടുത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിന്റെ മറ്റവന്റെ മക്കള് കാണാനാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല ഗൈസ്. എന്തെങ്കിലും പറയണ്ട നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും. എവള് മുങ്ങി, എവൾ ഇനി പൊങ്ങൂല, അവള് വരുന്നില്ല. ഞാനൊരു സ്റ്റോറി പറഞ്ഞല്ലോ, അതിന്റെ അപ്പുറം ഒന്നും പറയാനുമില്ല. നോക്കിക്കോ, ഇനി വരാൻ പോകുന്ന സ്റ്റോറി ഇതൊക്കെ തന്നെ ആയിരിക്കും. വേറെ ഒന്നും പറയുന്നില്ല. വേറെ വീട്ടിൽ. അപ്പൊ ശരി, ബൈ.